റോജ, ഇന്ത്യ ആകെ വേദനിപ്പിച്ചതാണ് പഹൽഗാവിൽ ഇന്നലെ ഉണ്ടായ തീവ്രവാദി ആക്രമണം. കാശ്മീർ ശാന്തമല്ല എന്ന സന്ദേശം ലോകത്തിന് നൽകാനാണോ ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ശ്രമം? അല്ല, ഇത് നമ്മുടെ രാജ്യത്തെ കുറഞ്ഞൊരു കാലത്തിനിടയിൽ ഇല്ലാതിരുന്ന ഒരു തീവ്രവാദ ആക്രമണമാണ് ഇപ്പോൾ ഇന്നലെ ജമ്മു കാശ്മീരിലെ പെഹൽഗാവിലുണ്ടായത്. 27-28 പേരാണ് അവിടെ ഈ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. നമ്മുടെ രാജ്യത്തിനെ ഒരു വല്ലാതെ പിടിച്ചൊലിച്ച ഒരു സംഭവമാണ്. കാരണം ഈ കാശ്മീർ പോലെ വർഷങ്ങളോളം അശാന്തമായി കിടന്ന ഒരു പ്രദേശത്ത് അവിടെ ഈ കഴിഞ്ഞ ഒരു 1-2 വർഷമായി പ്രത്യേകിച്ച് നമ്മൾ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്തി പുതിയൊരു സർക്കാർ വന്ന് കാര്യങ്ങളൊരു ട്രാക്കിലേക്ക് വരുന്നൊരു ഘട്ടമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പൊതുവെ ഉണ്ടായിരുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് കാശ്മീരിൽ പഴയ പോലുള്ള തീവ്രവാദി ആക്രമണങ്ങൾ ഏതാണ്ട് കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു. ജനങ്ങളുടെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറയുന്നത് ടൂറിസമാണ്. ഏതാണ്ട് 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ നേരിട്ട് പ്രദേശവാസികൾ ടൂറിസം രംഗത്ത് ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ വലിയൊരു ജീവിത മാർഗം അതാണ്. ഏകദേശം ഒരു 12,000 കോടിയാണ് അവിടെ വരുമാനം അവിടെ ഉണ്ടാകുന്നു. സർക്കാർ ഈ കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 1,000 കോടി രൂപ ജമ്മു കാശ്മീരിലെ ഇൻഫ്രാസ്ട്രക്ചർ, പൊതുഗതാഗതം വർദ്ധിപ്പിക്കുന്നതിനും ട്രെയിന് ഈ വിമാനത്താവളങ്ങൾ ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ ഫ്ലൈറ്റുകൾ അനുവദിക്കുക ഒക്കെ ചെയ്ത് അങ്ങനെ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ തന്നെ വലിയൊരു വരുമാന മാർഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടൂറിസം. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൊന്നാണ് കാശ്മീർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം വിദേശ സഞ്ചാരികളും ആഭ്യന്തര സഞ്ചാരികളും ഒക്കെ പോകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് സ്കൂളുകൾ അടയ്ക്കുന്നു. പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, ഇതൊക്കെ തന്നെ ആൾക്കാർ അവരുടെ LTA ലീവ് ട്രാവൽ അലവൻസ് വാങ്ങി പോകുന്ന ഒരു പ്രദേശമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. അതിനകത്ത് 2-3 തരത്തിലാണ് നമ്മുടെ രാജ്യത്തെ അത് ഡയറക്റ്റായിട്ട് ബാധിക്കുന്നത്. ഒന്ന്, ഒരു ശാന്തമായി വരാൻ പോകുന്ന ഒരു പ്രദേശത്ത് അസ്ഥിരത ഉണ്ടാക്കുന്നു, അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്യുന്നു. അതൊന്ന്. രണ്ടെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വരുമാന മാർഗം. പ്രത്യേകിച്ച് നമുക്ക് അന്താരാഷ്ട്ര രംഗത്ത് നമ്മുടെ ഒരു ശാന്തമായിരിക്കുന്ന ഒരു പ്രദേശത്ത് വീണ്ടും കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ട്, തീവ്രവാദി ആക്രമണങ്ങളുണ്ട് എന്നൊരു ഫീൽ വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ ആരും പിന്നെ ഈ പ്രദേശത്തേക്കൊന്നും വരത്തില്ല. അതുപോലെ തന്നെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കും. പ്രത്യേകിച്ച് ടൂറിസം മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ അതിനെ ബാധിക്കും. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ആഭ്യന്തര സുരക്ഷയിൽ നമ്മൾ നേരിടേണ്ടി വരുന്നൊരു പ്രശ്നം. അപ്പോൾ അതാണ് നമ്മളെ അമ്പരപ്പിച്ചിരിക്കുന്നത്. ഈ 12,000 കോടിക്ക് പുറമെ ഒരു അടുത്ത ഒരു 10,000 കോടിയുടെ അതല്ലാതെ ഇൻഡയറക്റ്റായിട്ടൊക്കെയുള്ള വരുമാനം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അപ്പം കേന്ദ്ര സർക്കാർ തന്നെ ടൂറിസം ഇൻഡസ്ട്രി അടുത്ത 2030 ആകുമ്പോഴത്തേക്ക് ഇതൊരു 30,000 കോടിയിലെത്തും എന്നുള്ള പ്രതീക്ഷയൊക്കെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നും വരുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഇങ്ങനെ ഉണ്ടായ ഈ ഒരു തീവ്രവാദി സംഘടനയുടെ ആക്രമണം തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും നമ്മുടെ ആഭ്യന്തര സുരക്ഷയും ഒക്കെ തന്നെ ബാധിച്ചിട്ടുണ്ട്. അതായത് അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണെന്ന് കാശ്മീരിലെ ജനതയ്ക്ക് മനസ്സിലായത് കൊണ്ടാണ് അവർ ഒന്നടങ്കം ഇപ്പൊ തെരുവിലിറങ്ങി തീർച്ചയായിട്ടും നമ്മൾ എന്ത് ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടായാലും തീവ്രവാദി ആക്രമണം ഉണ്ടായാലും ആ പ്രദേശവാസികളെയാണ് ഇത് ബാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മതവും ജാതിയും മറ്റേതും ഒക്കെ വരുന്നത്. ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതമാർഗ്ഗം അടഞ്ഞു പോവുകയാണ്. നമ്മളിന്ന് കണ്ടതാണല്ലോ, ഈ ടെലിവിഷൻ ചാനലിലൊക്കെ വരുന്ന വിഷ്വൽ കണ്ടറിയാം. അവിടെ ആ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവരും നാട്ടുകാരും ഒക്കെ തന്നെ അവർ ജാതി മതഭേദമന്യെയാണ് ഈ പാകിസ്ഥാൻ സർക്കാരിനെതിരായിട്ടൊക്കെയുള്ള മുദ്രാവാക്യം വിളിക്കുകയും ആഭ്യന്തരമന്ത്രിയോട് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തണമെന്നൊക്കെ അവരങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. കാരണം അവരുടെ ജീവിതമാർഗ്ഗം അടയുമ്പോഴാണ് വീണ്ടും അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന അവർക്ക് തന്നെ തിരിച്ചറിവുണ്ട്. എത്രയോ 10, 15, 20 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഈ ആക്രമണം നേടുന്ന ഒരു ജനതയാണത്. അപ്പോൾ അവർക്ക് അവരുടെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് എന്ത് വില കൊടുത്തും ഈ തീവ്രവാദികളെ അടിച്ചമർത്തണം. അതിന് ഞങ്ങളുടെ പിന്തുണയുണ്ട്, ജനങ്ങളുടെ പിന്തുണയുണ്ട്. ജനങ്ങളാണ്, കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കൂടെ തെരുവിലിറങ്ങിയാണ് സർക്കാരിന് പിന്തുണ കൊടുക്കുകയും ഒപ്പം തന്നെ ഈ തീവ്രവാദികളെ അടിച്ചമർത്തുകയും ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നത്. അത് വലിയൊരു സൂചനയാണത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഒരു ഐക്യപ്പെടുന്നതിൻ്റെ ഒരു രൂപം കൂടിയാണത് പ്രത്യക്ഷത്തിൽ അത് കാണുന്നത്. ഇതിപ്പോൾ ഈ ആക്രമണം നടത്തിയവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, കാരണം ഇപ്പോൾ കാശ്മീരിലെ ജനതയ്ക്ക് കൃത്യമായ വരുമാനം ലഭിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ
യുവാക്കളെയൊക്കെ അവർക്ക് ഈ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും കൃത്യമായി അവർ ഈ ടൂറിസം മേഖലയെ തന്നെ ലക്ഷ്യം വെച്ച് ഇത്തരം ഒരു ആക്രമണം നടത്തിയിരിക്കുക. അല്ല, അത് ശരി തന്നെയാണ്. കാരണം ആ വാദം തന്നെയാണ് അതിൻ്റെ കാരണം. എവിടെയാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടെങ്കിൽ അവർ മത തീവ്രവാദ സംഘടനകളിലേക്കൊന്നും പോകില്ല എന്ന് ഈ ലോകത്ത് തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്ത് ഒരു കാലത്തുണ്ടായിരുന്ന പഞ്ചാബിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, ആസാമിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ വലിയൊരളവോളം ആ പ്രദേശത്തേക്ക് സർക്കാരിൻ്റെ ശ്രദ്ധ വരികയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഇതിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് കഷ്ടപ്പെട്ട ജനത തന്നെ അത് തിരിച്ചറിവിലേക്ക് വരുമ്പോഴാണ് ഇത്തരം തീവ്രവാദ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒഴിവായി പോകുന്നത്. അതാണ് ജനാധിപത്യ രാജ്യങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന പ്രവണത. മറ്റുള്ളയിടത്തൊക്കെ വേറെ പല ഘടകങ്ങളായിരിക്കും. ഇപ്പോൾ ഒരു തരത്തിലും തീവ്രവാദത്തിന് മോചനം കിട്ടാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ. കാരണം സർക്കാർ തന്നെ അവിടെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് തന്നെ ഇത് നമ്മൾ പറയാറുണ്ടല്ലോ, മറ്റ് രാജ്യങ്ങളിലേക്ക് ഇവരുടെ പ്രധാന കയറ്റുമതി എന്ന് പറയുന്നത് തീവ്രവാദം കയറ്റിവിടുകയാണ്. അതിൻ്റെ ഒരു രൂപമാണ് ഇപ്പോൾ നമ്മൾ കാശ്മീർ കണ്ടത്. അവിടുത്തെ പ്രധാന മത സാമുദായിക സംഘടനകളുടെ പ്രധാന പരിപാടി തന്നെ ഈ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുക. അയൽ രാജ്യങ്ങളിലേക്കെല്ലാം, ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അവരുടെ പണി ഇത് തന്നെയാണ്. അപ്പോൾ അതിനകത്തു നിന്നൊരു മോചനം ഉണ്ടായാൽ അവർക്ക് പ്രസക്തി ഇല്ലാതാവും. കാശ്മീരിൽ പാകിസ്ഥാൻ്റെ ഈ നിരന്തര ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾ പ്രതിഷേധിക്കാൻ തുടങ്ങുകയും സർക്കാർ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അപ്രസക്തമാവും. അപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ സംഘടനകൾ ഉണ്ടാകുക. ഇപ്പം ഈ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു നിഴൽ രൂപമായ ഒരു TRF എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നു എന്നാണ് നമ്മുടെ സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ പാകിസ്ഥാനെ പോലെ ഒരു ഛിദ്രശക്തിയായി മാറിയിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അവർ നേരിടുന്ന 1-2 പ്രധാന പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യ ഏഷ്യയിലെ തന്നെ വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ലോക നേതാക്കളുടെ മോദിക്കുള്ള അംഗീകാരം, അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യം 91 മുതൽ കൈവരിച്ചിരിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളുണ്ട്. ശാസ്ത്ര രംഗത്ത്, അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത്, ഇങ്ങനെ ഒരുപാട് രംഗത്ത്, ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഒക്കെ വലിയ നേട്ടങ്ങൾ നമ്മുടെ രാജ്യം കഴിഞ്ഞ 30-35 വർഷമായിട്ട്, 91 മുതൽ 35 വർഷമായിട്ട് നമ്മുടെ രാജ്യത്തെ ആ മാറ്റങ്ങൾ പ്രകടമാണ്. അപ്പോൾ അതിനുള്ള സ്വാഭാവികമായ ഒരു അസൂയ. പിന്നെ ഒരു കാലത്ത് പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ടിരുന്ന അമേരിക്ക ഇന്ത്യയുമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യവസായ ബന്ധങ്ങളും നയതന്ത്ര ബന്ധങ്ങളും എല്ലാം നിർത്തുന്നത്. ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമായി മാറിക്കഴിഞ്ഞ ഒരു ഘട്ടത്തിലാണ്. അതായത് നമ്മൾ ഈ 3.5 പതിറ്റാണ്ട് കൊണ്ട് ഇന്ത്യ ആ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. യുക്രൈൻ യുദ്ധം തീർക്കാൻ വരെ ഇന്ത്യ പോകുന്നു. അപ്പം ലോകത്തിന് ഇന്ത്യക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമുണ്ട്. അത് പാകിസ്ഥാനെ അസ്വസ്ഥപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ രാജ്യത്തെ പരമാവധി പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുക, അതുകൊണ്ട് അസ്വസ്ഥത സൃഷ്ടിക്കുക എന്നൊക്കെ ഉണ്ട്. അപ്പം അവരൊരു കാര്യം മനസ്സിലാക്കുന്നത്, ലോകത്തിൻ്റെ ഈ ഭൂപടത്തിൽ തന്നെ ആ രാജ്യം ഏതാണ്ട് ഒറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ ദിവസം തന്നെ അവിടെയും സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യത്തിൻ്റെ അവസ്ഥയും ഇന്ത്യയുടെ അവസ്ഥയും മാത്രം നോക്കിയാൽ മതി. നമ്മളിന്ന് കഴിഞ്ഞ 70-75 വർഷമായിട്ട് നമ്മൾ ജനാധിപത്യത്തിനകത്ത് ഉറച്ചു നിൽക്കുന്നു. മറ്റേ വശത്തെ സ്ഥിതി അതല്ല. പട്ടാള ഭരണം, പേരിനൊരു ജനാധിപത്യ ഭരണം, ഇത് മാത്രമായിട്ട് ഇങ്ങനെ മാറിയും തിരിഞ്ഞും ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തന്നെ ഏതാണ്ട് പൂർണ്ണമായി തകർന്നിരിക്കുകയും ഇത് തീവ്രവാദികൾ മാത്രം അവശേഷിക്കുന്ന ഒരു രാജ്യമായിട്ട് അത് നിൽക്കുകയുമാണ്. അപ്പോൾ അതിൻ്റെ സ്വസിദ്ധമായ പ്രശ്നങ്ങളാണ് അവർ ഈ കാണിക്കുന്നതൊക്കെ. അതിനെ നേരിടാനുള്ള ആയുധശക്തിയും സാമ്പത്തിക ശക്തിയും ഒക്കെയുള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. അതിലൊന്നും ആർക്കും ഒരു തർക്കമുള്ള കാര്യമല്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, മതം വെച്ചിട്ട് ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം അവിടെ പ്രസക്തമെന്ന് പറയുന്നത് ജനാധിപത്യവും മിനിമം നയതന്ത്രങ്ങളുമാണ് നമ്മുടെ രാജ്യത്ത് ഈ കാലം അത്രയും നമ്മൾ പിന്തുടർന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും പാകിസ്ഥാൻ്റെ ഈ കളികൾ കൊണ്ടൊന്നും ഇന്ത്യയെ തൽക്കാലത്തേക്കൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കാമെന്നല്ലാതെ നമ്മുടെ സാമ്പത്തിക ശേഷിയും നമ്മുടെ ആയുധ ശക്തിയും വെച്ച് പാകിസ്ഥാൻ ഇന്ത്യയോട് ഏറ്റുമുട്ടാനുള്ള ഒരു ശക്തിയും ഇന്നില്ല എന്നുള്ളത് ലോകത്തിന് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന. പിന്നെ ഇന്ത്യക്ക് പൊതുമണ്ഡലത്തിൽ, അതായത് ലോകരാജ്യങ്ങളുടെ ഇടയിൽ കിട്ടുന്ന ഒരു അംഗീകാരം, അതിനെ ഇതുകൊണ്ടൊന്നും തകർക്കാനൊന്നും കഴിയത്തുള്ളൂ. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ നമ്മളിപ്പോൾ മോദിയുടെ ഈ കാലം വരെ ഇന്ത്യ പിന്തുടർന്നു പോകുന്ന, ലോകത്ത് ഇന്ത്യ പിന്തുടർന്നു വരുന്ന ചില നയതന്ത്ര സമീപനങ്ങളും ഇന്ത്യക്ക് അതിന് കിട്ടുന്ന അംഗീകാരങ്ങളും, അതൊന്നും ഇതുകൊണ്ടൊന്നും തകർക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല.